ഫണ്ട് കാവേരി എഞ്ചിൻ എക്സിലടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് ഫണ്ട് കാവേരി എഞ്ചിൻ. എന്താണ് ഈ ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980 ഇന്ത്യ തുടക്കം കുറിക്കുകയും എന്നാൽ 1988 ഉപരോധം മൂലം അമേരിക്കൻ ഉപരോധം മൂലം മന്ദഗതിയിലാകുകയും ചെയ്ത നമ്മളുടെ സ്വന്തം യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ഇഞ്ചനാണ് കാവേരി ഇഞ്ചൻ. കാവേരി ഇഞ്ചൻ എന്നൊരു ഒരു ഇഞ്ചൻ നമുക്ക് സ്വന്തമായി യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ നിലവിൽ ഇപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളെ തന്നെയാണ് നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ഇഞ്ചനായി തന്നെ ആശ്രയിക്കുന്നത്. അതിന് വേണ്ട എന്നാണ് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി പറയുന്നത്. അതായത് ഈ നയതന്ത്ര തലത്തിലെ വിദഗ്ധന്മാരും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുന്നത് കൂടുതൽ ഫണ്ട് അനുവദിക്കൂ, കാവേരി ഇഞ്ചൻ നമുക്ക് ഉടനെ സാധ്യമാക്കണം. അതായത് ഇനി യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ട കാര്യമില്ല, നാം ഇപ്പോൾ പലതിലും സ്വയം പര്യാപ്തമായി കഴിഞ്ഞു, യുദ്ധവിമാനം സ്വന്തമായി ഇപ്പോൾ പുറത്തിറക്കണമെന്നാണ്. നിലവിൽ ഈ കാവേരി മിഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന DRDOയുടെ കീഴിലുള്ള ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ ഗവേഷണ കേന്ദ്രമാണ്. ഇപ്പോൾ തേജസ് അടക്കം ആളില്ലാ വിമാനങ്ങളിലടക്കം ഈ കാവേരി ഇഞ്ചൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് 80 kN ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇഞ്ചനാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഗോദ്രേജ് എയറോസ്പേസ് ആണ് ഇപ്പോൾ ഇഞ്ചിൻ്റെ മൊഡ്യൂളും മറ്റുമൊക്കെ നൽകുന്നത്. അതിന് കൂടുതൽ ത്വരിതപ്പെടുത്തിക്കൊണ്ട് സ്വന്തമായി തന്നെ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ഈ ഇഞ്ചൻ നിർമ്മിക്കുക. ഇപ്പോൾ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുള്ള കമ്പനികളിൽ നിന്നാണ് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇനി അത് വേണ്ട എന്നാണ് ഇന്ത്യൻ ജനത ആവശ്യപ്പെടുന്നത്. അതിനായി നമ്മൾ തുടങ്ങി വച്ച കാവേരി എഞ്ചിൻ എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്നും സ്വയം പര്യാപ്തതയിലേക്ക് നാം മാറണമെന്നുമാണ്. ഏതായാലും ഇപ്പോൾ അതിനുള്ള പണികൾ ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നു. സമീപഭാവിയിൽ നമ്മുടെ സ്വന്തം വിമാനം, യുദ്ധവിമാനം ലോഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഓരോ ഇന്ത്യക്കാരനും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.